നിസാം ബഷീർ സംവിധാനത്തിൽ പൃഥ്വിരാജ് നായകനാകുന്ന ഐ നോബഡിയിലെ ആന്തം ഓഫ് നോബഡി എന്ന സോങ് അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. സജ്ജേ ഖബ്ബെ എന്നാണ് പേര്. എന്താണ് ഏതാണ് നമുക്ക് നോക്കാം. ജേക്സ് ബിജിയുടെ കത്തിക്കലാണോ ഇല്ലയോ എന്നുള്ളത്. കത്തിക്കൽ തന്നെയാണെന്ന് തോന്നുന്നു. സുപ്രിയ മേനോൻ പ്രസൻസ്. ഈ ജേക്സ് ബിജോയ്ക്ക് മാത്രം ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നത്? ഇല്ലെങ്കിൽ ഈ ജേക്സ് ബിജോയ്ക്ക് മാത്രം ഇത് കോണ്ടന്റ് ഐഡിയ എവിടെ നിന്ന് കിട്ടുന്നത്? മലയാള സിനിമയിൽ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ പ്രൊമിസിങ് ആയിട്ട് ചാർട്ട് ബസ്റ്റേഴ്സ് തരുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ, പാട്ടുകളായാലും ബി ജി എം ആയാലും അത് ജേക്സ് ബിജോയാണ്, വേറെ സംശയമൊന്നുമില്ല. ആൻഡ് ഖലീഫയിൽ ജേക്സ് ബിജോയാണ്, നൈനോബഡിയിൽ ജേക്സ് ബിജോയാണ്, അയാം ഗെയിമിൽ ജേക്സ് ബിജോയാണ്. ഇപ്പം ബിഗ് പടത്തിൽ എല്ലാത്തിലും ജേക്സ് ബിജോയാണ്. കാരണം ഇപ്പൊ ജേക്സ് ബിജോ ഇവിടെ ഉള്ളു മ്യൂസിക് ഇടാൻ വേണ്ടിയിട്ട്. ഇതെനിക്ക് തോന്നുന്നത് ഒരു പ്രൊമോഷൻ സോങ് ആവാനാണ് സാധ്യത കൂടുതൽ. അല്ലെങ്കിൽ ഒരു ഫൈറ്റിന്റെ ഇടയിലും എല്ലാം കുറച്ച് സീക്വൻസിൽ ഇടാൻ. ഫുൾ സോങ് ആയിട്ട് പടത്തിൽ വരുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. അല്ലെങ്കിൽ വല്ല ഹീസ്റ്റ് ടൈപ്പിൽ നടക്കുമ്പോൾ ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഇതൊന്ന് പ്ലേസ്മെന്റ് ചെയ്യും. അല്ലാത്ത ഫുള്ളായിട്ട് ഈ പാട്ട് വരുമോ എന്നുള്ളത് ഡൗട്ട് തന്നെയാണ്. എനിക്ക് തോന്നുന്നു പ്രൊമോഷണൽ സോങ് പോലെ തന്നെയാണ്. പക്ഷെ ഇതിന്റെ ട്രെയിലർ കണ്ട എല്ലാവർക്കും അറിയാം ഇജാതി സാധനമാണ് വന്നിട്ടുള്ളത്. ആൻഡ് സംവിധായകൻ നിസാം ബഷീർ, റോർഷാക്ക്, മമ്മൂക്കയുടെ റോർഷാക്കിന്റെ ഡയറക്ടറാണ്. എന്ത് തരമാണ് ചെയ്യുന്നതെന്ന് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്.
നിസാം ബഷീറാണ് സംവിധാനം. സുപ്രിയ മേനോൻ, മുകേഷ് ആർ മേത്ത, CV സാരഥയൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ജെയ്സ് വിജയുടെ കത്തിക്കൽ. ആൻഡ് പൃഥ്വിരാജ് സുകുമാരൻ, പാർവതി തിരുവോത്താണ് പ്രധാന വേഷത്തിലെത്തുന്നത്. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം പൃഥ്വിരാജിന്റെ ലുക്ക്. കുറേ പടങ്ങളിൽ ശേഷം ഒരു നോർമൽ, ഒരു ടിപ്പിക്കൽ ലുക്ക്, അതായത് ഭയങ്കര ഒരു ഓറായും തോന്നിക്കുന്നുണ്ട്, അറ്റ് ദ സെയിം ടൈം ഒരു സാധാരണക്കാരനെയും പോലെ തോന്നിക്കുന്നു. പൃഥ്വിരാജിന്റെ ആ ഒരു ഐസ് നോക്കുന്നത്, ഒരു കണ്ണ് നോക്കുന്നത്, ആ ഒരു ഡയലോഗ് ഡെലിവറി, ഒരു പഴയ ഒരു പൃഥ്വിരാജിന്റെ ഒരു ഡയലോഗ് ഡെലിവറി പോലെയാണ് എനിക്ക് തോന്നുന്നത്. കേൾക്കാൻ തന്നെ കൊള്ളാം, കാണാൻ തന്നെ ഒരു കുളിരുണ്ട്, ഒരു സന്തോഷമുണ്ട്. ഈ പൃഥ്വിരാജിനാണല്ലോ നമ്മൾ തിരക്കിയിരുന്നതെന്ന്. ആൻഡ് ഇതിന്റെ ഡയറക്ടർ റോർഷാക്കിന്റെ ഡയറക്ടർ നിസാം ബഷീറാണ്. അപ്പോൾ പുള്ളി ഇതിന്റെ ട്രെയിലർ റിലീസ് ചെയ്തപ്പോൾ എല്ലാത്തിലും മ്യൂസിക് ഡയറക്ടർ നോബഡി, എല്ലാം നോബഡി എന്നാണ് പറഞ്ഞത്. പിന്നെ നോബഡി ഒരാളാണോ, അങ്ങനെ പല ഹിന്റും പല കോർ ഐഡിയാസും പലതും ഇട്ട് തന്നിട്ടുണ്ട്. ആൻഡ് പുള്ളിയും ഇന്റർവ്യൂസിലൊക്കെ പറയുന്നത് നിങ്ങൾ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാമെന്ന് തന്നെയാണ്. ഇപ്പൊ ഒരു സിമ്പിൾ പടമായിരിക്കും, ബട്ട് അതിലൊരു കോർ ഐഡിയ അല്ലെങ്കിൽ ഒരു കോർ തീം ഉണ്ടായിരിക്കും, നല്ല രീതിക്ക് എക്സിക്യൂട്ടീവ് ചെയ്യുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം റോർഷാക്ക് തന്നെ ഒരു പടം മതി പുള്ളി എങ്ങനെ ചെയ്യുമെന്ന്. അപ്പോൾ ഇതും നല്ല ഒരു എക്സൈറ്റഡ് ആയിട്ടാണ്. കാരണം ജൂലൈയിൽ പൃഥ്വിരാജിനെയും ജൂലൈ 9 ഐനോബഡി വരുമ്പം ഓഗസ്റ്റിന് ഓണം റിലീസായിട്ട് വരുന്നത് ഖലീഫയൊക്കെയാണ്. അപ്പോൾ പൃഥ്വിരാജ് 2 മാസങ്ങളിൽ 2 ചിത്രങ്ങൾ, അതായത് ഏറെക്കുറെ ഒരു മാസം ഇടവേളയിൽ 2 ചിത്രങ്ങൾ വരുന്നുണ്ട്. രണ്ടും എക്സ്പെക്ടേഷനിലുള്ള ചിത്രമാണ്. ഒരു ഓണച്ചിത്രവും ഒരു ഓണത്തിന് മുമ്പുള്ള ചിത്രം. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ എക്സ്പെക്ടേഷൻ ഐനോബഡി തന്നെയാണ്. കാരണം ആ ഒരു ട്രെയിലർ കണ്ടപ്പോഴേക്കും ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യണമെന്നൊരു ഫീൽ ഉണ്ട്. അതായത് ആ ഒരു എൻഗേജ്മെന്റ് ആ ട്രെയിലറിലും ടീസറിലും ആ ഒരു പാട്ടിലും എല്ലാത്തിലും നിലനിർത്തുന്നുണ്ട്. പിന്നെ ജെയ്സ് വിജയുടെ കത്തികൾ എന്തായാലും ഉണ്ടാവും, അതിൽ വേറെ സംശയമില്ല. ഇതിൽ പൃഥ്വിരാജിന്റെ ഒരു ക്യാരക്ടറിനേക്കാളും എനിക്ക് വേറൊരു ക്യാരക്ടർ ഈ സിനിമയോട് ബന്ധിപ്പിക്കുന്ന നിസാം ബഷീറാണ്. പുള്ളി എങ്ങനെയായിരിക്കും ഇത് ചെയ്യുക, എന്തായിരിക്കും പുള്ളി ഉദ്ദേശിക്കുക, പുള്ളി എന്നിട്ടൊരു കോമായിട്ട് നോബഡി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ ഇനി ജൂലൈ 9 തന്നെ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ജൂലൈ 9 ആ സിനിമയും കണ്ടിട്ട് നിങ്ങൾക്ക് റിവ്യൂവും പറയാം. അപ്പോൾ മറക്കാതെ എൻ്റെ റിവ്യൂവും കണ്ടേക്ക്, ആൻഡ് എൻ്റെ റിയാക്ഷൻ വീഡിയോസും കണ്ടേക്ക്. ആൻഡ് ഇനിയും ഇതുപോലുള്ള പുതിയ മൂവി സോങ്സിൻ്റെ റിയാക്ഷനും മൂവി അപ്ഡേറ്റ്സും ആൻഡ് മൂവി റിവ്യൂസും കാര്യങ്ങളായിട്ട് വരാം. അപ്പോൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോ, ലൈക്ക് ചെയ്തോ, കമൻറ്റ് ചെയ്തോ, ഷെയർ ചെയ്തോ, ഹൈപ്പ് ചെയ്യിക്കോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. ഇനിയും അതുപോലെ സപ്പോർട്ടുകൾ തരിക. ഇനിയും എൻ്റെ കൂടെ ഉണ്ടാവുന്നുള്ള വിശ്വാസത്തിൽ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ബൈ ബൈ ഗൈസ്, ലവ് യു, ഉമ്മ, സ്റ്റേ സേഫ്.